തളിപ്പറമ്പ് എം.എൽ.എ. ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. മാഷെ, തളിപ്പറമ്പിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തു. മാഷ് എം.എൽ.എ. ആയി. ആ മാറ്റം കണ്ടു തുടങ്ങിയ തളിപ്പറമ്പിൽ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ മാറ്റമുണ്ട്. വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ എം.എൽ.എ. തന്നെ കുറേ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ തുടക്കമിട്ടിരുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ് അത്തരം വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ എം.എൽ.എമാർ തുടക്കമിട്ട പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോകണം തന്നെയാണ് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റും തീരുമാനിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് ഞങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ എം.എൽ.എമാർ ഉള്ള പദ്ധതികൾ ഏതെങ്കിലും മാറ്റേണ്ടതുണ്ടെങ്കിൽ നമ്മൾ എഴുതി കൊടുത്താൽ മാറ്റി പകരം നമുക്ക് നിർദ്ദേശിക്കാം. പക്ഷേ അതിൽ ഞാനത് പറഞ്ഞ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, അങ്ങനെ മാറ്റേണ്ടതില്ല. ഏത് എം.എൽ.എ. ആയാലും അവർ ചെയ്തിട്ടുള്ള കാര്യം നാട്ടിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതൊന്നും തന്നെ മാറ്റേണ്ടതില്ല. അതിന് പകരം പുതിയ പദ്ധതികൾ എനിക്ക് വേറെ തരണം, അതുകൊണ്ട് പഴയതെല്ലാം തുടരണം എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴയതെല്ലാം ഇപ്പോൾ തുടരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തുടരുമ്പോൾ നമ്മളെ LDF ധാരണ ഇതെല്ലാം പണ്ടേ ഗോവിന്ദമാഷ് ഉണ്ടാക്കിയതാണ്. ഗോവിന്ദമാഷ് ഉണ്ടാക്കിയത് വേണോ വേണ്ടോ തീരുമാനിക്കാനുള്ള അധികാരം പുതിയ എം.എൽ.എ. ഉണ്ട്. അതാണ് ഗവൺമെൻറ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇന്ന പരിപാടി വേണ്ട എന്ന് പറഞ്ഞാൽ ആ പരിപാടി ഉണ്ടാവില്ല, പുതിയ പരിപാടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് അതെല്ലാം വേണമെന്നാ. അതുകൊണ്ട് ഇപ്പം നടക്കുന്ന പഴയ ഇതിൻ്റെ തുടർച്ചയാണെങ്കിലും അല്ലെ പണ്ട് ഗോവിന്ദമാഷുള്ള നേരത്ത് ബഡ്ജറ്റിൽ വെച്ചതാണെങ്കിലും ഇത്തവണ അത് തുടരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ഞാൻ തീരുമാനിച്ചത് തുടരണമെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇപ്പോഴുള്ള വികസന പ്രവർത്തനങ്ങൾ ഇന്നുള്ള എം.എൽ.എൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കഴിഞ്ഞല്ല പിന്നെ ഒരു ഗവൺമെൻറ് ആണല്ലോ, ഒരു ഗവൺമെൻറ് തുടർച്ചയായിട്ടുള്ള ഗവൺമെൻറ് ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർക്ക് തീർച്ചയായിട്ടും പുതിയ ഗവൺമെൻറ് അത് തുടർന്ന് നടത്തും. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്, സ്വാഭാവികമായ പ്രക്രിയയാണ്. ഒരു ഗവൺമെൻറ് തുടർച്ചയാണ് മറ്റൊരു ഗവൺമെൻറ് എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം തുടരണം. എന്നാൽ ഏതെങ്കിലും വെച്ച് വേണമെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം, വേണ്ടെന്ന് വെക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഒന്നും വേണ്ടെന്ന് വെക്കണ്ട, നമുക്കതെല്ലാം തുടരണം. അതോടൊപ്പം പുതിയ പദ്ധതികൾ തരണം. അങ്ങനെ പുതിയ പദ്ധതികൾ 10 എണ്ണമാണ് എല്ലാ എം.എൽ.എമാർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ 36 പദ്ധതി ഞാൻ കൊടുത്തപ്പോൾ 36ഉം ബഡ്ജറ്റിൽ ടോക്കൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടോക്കൺ വെച്ചപ്പോൾ ഇവരൊരു പരിഹാസമായി, ഇത് ടോക്കണേ ഉള്ളൂ. ഇവർ വിവരക്കേട് പറയുന്നത് ഞാനെന്താ ചെയ്യുക? എല്ലാ ഘട്ടത്തിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ബഡ്ജറ്റ് പ്രൊവിഷൻ വെക്കുക എന്നതിനർത്ഥം. അതിന് 100 രൂപ വെച്ചാൽ മതി. 100 രൂപ വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക് ഇന്ന് എടുക്കാം. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു വർക്ക് 100 രൂപ വെച്ചൊരു വർക്ക് ഇന്ന് എസ്റ്റിമേറ്റിൽ തയ്യാറാക്കിയിട്ട് ഗവൺമെൻറ്റിലേക്ക് അയച്ച് ഫണ്ട് വകയിരുത്തിയാൽ ആ വർക്ക് നമുക്ക് എടുക്കാൻ പറ്റും. എന്നാൽ ഒരു വർക്ക് നമ്മൾ പുതുതായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ആ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബഡ്ജറ്റ് പ്രൊവിഷനാണത് ടോക്കൺ എന്ന് പറയുന്നത്. അങ്ങനെ 36 നടക്കാനുള്ളത് തന്നെയാണ്. 36 പദ്ധതികൾക്ക് ബഡ്ജറ്റ് പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്, ടോക്കൺ വെച്ചിട്ടുണ്ട്. അതിൽ ഇനി ഏതെല്ലാം ഗവൺമെൻറ്റിനെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ 36 പദ്ധതികളിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് നടപ്പിലാക്കാൻ പറ്റും. അതായത് എല്ലാവർക്കും 10 കൊടുക്കുമ്പോൾ മാഷ് 36 ആവശ്യപ്പെടുന്നു, ആ 36നും ടോക്കൺ കിട്ടുന്നു, അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട്. ഈ ടി കെ ഗോവിന്ദൻ മാഷോട് UDF സർക്കാരിനൊരു കൂടുതൽ ഒരു താല്പര്യം ഉണ്ടോ തളിപ്പറമ്പ് മണ്ഡലത്തോടു കൂടി? UDF ഗവൺമെൻറ്റിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു നില UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശത്തെ അവഗണിക്കുക എന്നുള്ളതല്ല, ചില കാര്യങ്ങൾ MLA-മാർ പറയുമ്പോൾ അതിന് ശ്രദ്ധ കൊടുക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് ഭാഗത്തുള്ളത്, ശ്രദ്ധ കൊടുക്കുന്ന നിലപാടാണുള്ളത്. അപ്പം ഒരുപക്ഷെ വ്യക്തിപരമായ ബന്ധങ്ങൾ മാഷിന് കൂടുതലായും ഗുണം ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കാനെന്ന് തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി കണ്ണൂരിലെത്തിയപ്പോൾ അങ്ങയുടെ വീട്ടിലേക്ക് അത് സൗഹൃദത്തിൻ്റെ ഒക്കെ പേരിലായിരിക്കും എങ്കിൽ പോലും അതൊക്കെ ഒരു പോസിറ്റീവായി മണ്ഡലത്തിന് അങ്ങനെ മാറുന്ന അങ്ങനെ ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി അതിൽ രൂപപ്പെടുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഈ വ്യക്തിപരമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും എന്നോട് വ്യക്തിപരമായി നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി കണ്ണൂർ വന്നപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന് പരിപാടി കണ്ണൂർ രാവിലെ പരിപാടി കഴിഞ്ഞാൽ ശ്രീകണ്ഠപുരത്താണ് പരിപാടി. അപ്പോൾ ശ്രീകണ്ഠത്ത് പരിപാടിയാകുമ്പോൾ കണ്ണൂരിൽ അദ്ദേഹം വിളിച്ചു, ഇങ്ങനെ മാഷ് വീട്ടിലൊന്ന് കയറാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ ഉള്ളൊരു വ്യക്തിബന്ധത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് അദ്ദേഹം വീട്ടിൽ വന്നു അത്രയും സമയമില്ല, വീട്ടിൽ വന്നൊന്ന് ഒരു ചായ കുടിച്ചപ്പാട് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഭാഗത്തും തന്നെയാണ്. അതിപ്പോൾ ഇന്ന് ഓരോ മന്ത്രിയും അതുപോലെ തന്നെ UDF-ൻ്റെ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നോട് കാര്യങ്ങൾ ഞാൻ വീട്ടിൽ വരാനൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ട്. ഞാൻ അതിനൊന്നും വലിയ താല്പര്യങ്ങളൊന്നും കാണിക്കാതെ, കാരണം നമ്മുടെ വീടൊക്കെ അത്രയ്ക്കൊക്കെ സൗകര്യമുള്ളൂ. അവരൊക്കെ അതിലുള്ള വലിയ വീടൊന്നുമല്ലല്ലോ.
ഒരു സാധാരണ വീട് മാത്രമാണ്. നമ്മൾ ഒരു വലിയ രാഷ്ട്രീയ സാഹചര്യം, ഒരു മാറ്റത്തിൻ്റെ ഒരു സാഹചര്യമൊക്കെ കണ്ടിട്ടാണ് മാഷ് MLA ആയി വരുന്നതും അങ്ങനെ നമ്മൾ കണ്ടതാണ്, അതൊക്കെ ചർച്ചയായതുമാണ്. അവിടെ നിന്നൊക്കെ മാറി വരുമ്പോഴേക്കും ഈ നമ്മൾ മാഷ് പറഞ്ഞു വെച്ച ആ ഒരു രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ചും CPM സംബന്ധിച്ചിടത്തോളം അതിലൊരു തിരുത്തിൻ്റെ സാധ്യത എവിടെയെങ്കിലും മാഷ് കാണുന്നുണ്ട്? നമ്മൾ വിശദമായി അതൊക്കെ പറഞ്ഞതാണ്. ഈ ഇത്രയും കാലം കഴിയുമ്പോൾ ഒരു തിരുത്തിൻ്റെ സാധ്യത മാഷ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇപ്പോൾ? ഞാനത് മുമ്പേ പറഞ്ഞതാണ്. അതായത് ഇത് തിരുത്താനുള്ള സാധ്യതയൊന്നുമില്ല, ഇത് തിരുത്തലൊന്നുമില്ല. അതൊരു അധര വ്യായാമം മാത്രമാണ് ഈ തെറ്റ് തിരുത്തൽ എന്നെല്ലാം പറയുന്നത്. അതൊന്നും തിരുത്താനും തയ്യാറല്ല. തിരുത്തണമെങ്കിൽ തെറ്റെന്താണ് ആദ്യം നിർണ്ണയിക്കണ്ടേ? ആ തെറ്റ് നിർണ്ണയിച്ചാലേ ആ തെറ്റ് തിരുത്താൻ പറ്റുള്ളൂ. തെറ്റ് നിർണ്ണയിക്കുന്നതിൽ തന്നെ തെറ്റ് പറ്റിയാലോ? ഇവിടെ എന്തുകൊണ്ടാണ് CPM പരാജയപ്പെട്ടത് എന്ന് ശരിയായ രീതിയിൽ വിലയിരുത്തി കണ്ടെത്തിയാലല്ലേ അത് തിരുത്താൻ പറ്റുള്ളൂ. അതും തെറ്റായ രീതിയിലാണ് കാണുന്നത്. പിന്നെ തെറ്റ് തിരുത്താനായിട്ട് തെറ്റ് ആവർത്തിക്കുക തന്നെ ചെയ്യും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പറയുന്ന സമയത്താണ് ഇപ്പോൾ ഈ അടുത്തിടെ ദേശാഭിമാനി പത്രം, CPM മുഖപത്രമാണ്, മാഷ് ഇതിനിടെ ഒരു വാർത്താ സമ്മേളനത്തിൽ മാഷിൻ്റെ പേര് പോലും ഇതുവരെ ആ പത്രത്തിൽ വന്നിട്ടില്ല എന്നുള്ളൊരു മാഷിൻ്റെ ഒരു സങ്കടമൊക്കെ പറയുന്നത്. ഈ ദേശാഭിമാനി പത്രത്തിനൊക്കെ നിരന്തരമായി ഇങ്ങനെ തെറ്റുകൾ പറ്റുന്നു, അവിടെയും തെറ്റുകൾ പറ്റുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമാണോ, അതോ ഈ പാർട്ടിയിൽ എന്താണോ സംഭവിച്ചത് അത് അവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നാണോ? അതെ, ഈ ദേശാഭിമാനി പത്രത്തിലെ ദേശാഭിമാനി പത്രം പാർട്ടിയുടെ മുഖപത്രമാണ്. പക്ഷേ ദേശാഭിമാനി പത്രത്തെക്കുറിച്ച് EMS പറഞ്ഞത് അതെങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് EMS പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഒരു ദിനപത്രത്തിൻ്റെ ധർമ്മം നിർവഹിക്കണം. പാർട്ടി മുഖപത്രമാണ് എങ്കിലും പാർട്ടി കാര്യങ്ങൾ, പാർട്ടിയുടേതായ പിന്നെ അഭിപ്രായങ്ങൾ അതിൽ പറയണം എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അതൊരു ദിനപത്രത്തിൻ്റെ ധർമ്മം നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ പാർട്ടി കാര്യമല്ലാതെ മറ്റ് കാര്യങ്ങളുണ്ട്, പൊതുസമൂഹത്തിലുള്ള കാര്യങ്ങളുണ്ട്. അത് പാർട്ടിക്ക് താല്പര്യമില്ലാതായിരിക്കാം, പക്ഷെ അതും കൂടി പത്രത്തിൽ വരണം, എന്നാലേ ഒരു പത്രത്തിൻ്റെ ധർമ്മം നിർവഹിക്കൂ എന്നാണ് EMS ദേശാഭിമാനിയോട് പറ്റി പറഞ്ഞത്. പാർട്ടി മുഖപത്രമായിരിക്കുന്നതോടൊപ്പം തന്നെ അതൊരു വാർത്താ ദിനപത്രം കൂടി ആയിരിക്കണം, അപ്പോൾ മറ്റു വാർത്തകൾ കൂടി കൊടുക്കണം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതൊന്നും ഇന്ന് ദേശാഭിമാനി നടപ്പിലാക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ പലതും നടപ്പിലാക്കുന്നില്ല എന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ ദേശാഭിമാനി ഉണ്ടായിട്ടുള്ള ഈ വിവാദം. യഥാർത്ഥത്തിൽ ദേശാഭിമാനി പത്രം CPM മുഖപത്രമാണ്. CPM കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടുള്ള ലേഖനയിൽ വരാൻ പാടില്ലല്ലോ. വന്നിട്ട് അത് അവർ പരിശോധിച്ച് ലേഖനം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ താല്പര്യമില്ല ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ദേശാഭിമാനി ഒരു യഥാർത്ഥ വാർത്താ പത്രത്തിന് ധർമ്മം നിർവഹിക്കുന്നില്ല. അത് EMS കാഴ്ചപ്പാടിൻ്റെ വിരുദ്ധ നിർവഹിക്കുന്നില്ല. അത്തരം സാഹചര്യം ഒരു പാർട്ടിയുടെ മാത്രം ഒരു നോട്ടീസായി അത് പതിക്കാൻ പാടില്ലല്ലോ. അതാതിപ്പോൾ ദേശാഭിമാനിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ഒടുവിൽ ഈ സഖാവൻ VS അച്യുതാനന്ദൻ്റെ പേരിൽ വരെ ദേശാഭിമാനിയെ കേന്ദ്രീകരിച്ച് വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് മാഷിൻ്റെ ഒരു പ്രതികരണം എന്താണ് അതിൽ? അതിലങ്ങനെ വരാൻ പാടില്ല. അതൊരു പാർട്ടി മുഖപത്രമായിരിക്കുന്നിടത്തോളം കാലം അത്തരം കാര്യങ്ങൾ വരാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പാർട്ടി എന്ത് വേണം, അത് ഒരു വാർത്താപത്രത്തിൽ അത്തരം കാര്യങ്ങൾ വരും എന്ന് കണ്ടുകൊണ്ട് പാർട്ടി അതിനെ പരിഗണിക്കുകയാണ് വേണ്ടത്. എന്നാൽ അതങ്ങനെ വരാൻ പാടില്ല, പാർട്ടി പത്രത്തിൽ അങ്ങനെ വരാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാർട്ടിയുടെ ഒരു യഥാർത്ഥ ഗസറ്റായി മാറുമ്പം അങ്ങനെ വരാൻ പാടില്ല. അത് പാർട്ടി ഗസറ്റായി മാറുമ്പോൾ വരാൻ പാടില്ല. അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായം വന്നൂടെ? ഒരു പാർട്ടിയുടെ കാര്യങ്ങൾ നല്ലോണം പ്രൊജക്റ്റ് ചെയ്തോട്ടെ. അതേ അവസരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരട്ടല്ലേ, വന്നൂടെ? കൊടുത്തു പോയാൽ എന്താ കുഴപ്പം? പക്ഷെ ആ രീതിയിലേക്ക് ദേശാഭിമാനി മാറുന്നു. ഒന്നുകിൽ ദേശാഭിമാനി പാർട്ടി മുഖപത്രമായിട്ട് തീർത്തും പാർട്ടി ഗസ്റ്റായിട്ട് മാറണം. അതല്ലെങ്കിൽ വാർത്താപത്രമായി മാറുന്നുണ്ടെങ്കിൽ അത്ര പാർട്ടിക്ക് താല്പര്യമില്ലാതെ വാർത്തകൾ കൂടി കൊടുക്കത്തക്ക രീതിയിൽ പത്രം മാറണം. മാഷ്, മറ്റൊരു വിഷയം, ഈ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടക്കുന്നുണ്ട്. അവിടെ പലതരത്തിലുള്ള ഒരിക്കലും നമ്മൾ അനുകൂലിക്കാൻ പാടില്ലാത്ത പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നിയമസഭയിൽ തന്നെ പറഞ്ഞ ആളാണ് അങ്ങ്. ഇന്നിപ്പോൾ ഈ അവിടുത്തെ ചെറുകിട ഓഹരി ഉടമകൾ ഉൾപ്പെടെയുള്ള ആളുകളും സമാനമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരോപണങ്ങളുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മാഷ് അത് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലായിരുന്നു? എന്തൊക്കെയാണ് മാഷക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകൾ? അവിടെ നടക്കുന്ന ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഇത് കഴിഞ്ഞ തവണ ഞാൻ പാർട്ടിയിലുണ്ടായിരുന്ന ഘട്ടത്തിൽ ഞാൻ മാത്രമല്ല, പാർട്ടിയിലുള്ള പലരും അവിടുത്തെ MD-യെക്കുറിച്ച് വലിയ ആക്ഷേപമുണ്ടായിരുന്നു.
അപ്പോൾ ആ ആക്ഷേപത്തിനനുസരിച്ച് അദ്ദേഹത്തെ മാറ്റണം എന്ന് വരെയുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പാർട്ടിയിലെ അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ആരും ചെവിക്കൊണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ആ ഗവൺമെൻറ് പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കുകയായിട്ടുള്ളത്. അപ്പോൾ അന്ന് പല പ്രയോഗക്കേടുകളൊന്നും ആരോപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ BJP-ക്കാരായിട്ടുള്ള ആളുകളെ എവിടെ കുത്തി തുറക്കുന്നു, അതുപോലത്തെ അതിൻ്റെ കാർഗോതിൻ്റെ കാര്യത്തിൽ നിർമ്മാണത്തിന് ഇതിലെല്ലാം ക്രമക്കേടുകളുണ്ട് എന്ന് വ്യാപകമായ ചർച്ചയാണ്. വ്യാപകമായ ചർച്ച, ആ ചർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി അത് പരിശോധിക്കേണ്ടതാണ്. പാർട്ടിയിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോഴെങ്കിലും അത് പാർട്ടി പരിശോധിക്കേണ്ടതാണ്. അതൊന്നും പാർട്ടി പരിശോധിച്ചിട്ടില്ല. പാർട്ടി പരിശോധിച്ചതെന്ന് പറഞ്ഞാൽ അതെല്ലാം സംരക്ഷിക്കപ്പെടുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് ആരുടെ താല്പര്യമാണ് ശരിക്കും അതെനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അതിൽ ആരുടെ താല്പര്യമാണ് അത് എന്ന് പറയാം. അന്ന് മുഖ്യമന്ത്രിയാണല്ലോ ഇതിൻ്റെ ചെയർമാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ചെയർമാൻ തന്നെ സംരക്ഷിച്ചിട്ടായിരിക്കുമല്ലോ. അല്ലാണ്ട് വേറെ ആരെയും സംരക്ഷിക്കാൻ നടക്കില്ല. ചെയർമാൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്ത ഒരാൾ അങ്ങനെ നിൽക്കാനിടയില്ലല്ലോ. അതിപ്പോൾ ഈ മുഖ്യമന്ത്രി ആയാലും അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളല്ലേ ഉണ്ടാവുക, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അതിൽ താല്പര്യം മുഖ്യമന്ത്രിക്ക്, അതായത് അന്നത്തെ മുഖ്യമന്ത്രിക്കായിരിക്കാനാണ് സാധ്യതയുള്ളൂ. ഇനിയിപ്പോൾ പുതിയ അന്ന് നമ്മളൊരു കാര്യം പറഞ്ഞത് അന്വേഷിക്കും. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് പല കാര്യങ്ങളെയും അന്വേഷിക്കണം, അത് അന്വേഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. പുതിയ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാവും കാര്യത്തിൽ. തീർച്ചയായിട്ടും പുതിയ സർക്കാരിൻ്റെ ഭാഗത്ത് അത് അന്വേഷിക്കും. ഞാനത് നിയമസഭയിൽ ആ പ്രശ്നം ഉന്നയിച്ചിന്. അങ്ങനെ അന്വേഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വരികയാണെങ്കിൽ ആവശ്യമായ തെളിവുകൾ ഞാൻ അവരുടെ മുമ്പിൽ വെക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു തെളിവും ഇല്ലാതെ കണ്ടല്ല പറഞ്ഞത്. അവിടെ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് നല്ല ധാരണ എനിക്കുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ ഈ CPM-കാർ പൊതുവെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, ഇപ്പോൾ മാഷിൻ്റെ പല പോസ്റ്റുകൾക്ക് കീഴിലും അല്ലെങ്കിൽ മാഷുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് കീഴിലും ഒക്കെ CPM പ്രവർത്തകരും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, നേരത്തെ ഉണ്ടായിരുന്ന ചില നിലപാടുകളിൽ മാഷയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? PM ശ്രീ വിഴിഞ്ഞം പോർട്ട്, ഈ വിഷയങ്ങളിൽ UDF സർക്കാർ എടുക്കുന്ന നിലപാടുകൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ മാഷെ? മുന്നേ എടുത്ത CPM-നൊപ്പം ഉണ്ടായിരുന്നപ്പോഴുള്ള നിലപാട് തന്നെയാണോ ഇപ്പോഴും, തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. എന്താണ് അതിനൊക്കെയുള്ള മാഷിൻ്റെ മറുപടി? ഇപ്പോൾ ഞാൻ CPM പാർട്ടി മെമ്പറല്ല. ഞാൻ CPM-ൻ്റെ പാർട്ടി മെമ്പർ അല്ലാത്തിടത്തോളം കാലം CPM-ൻ്റെ നിലപാട് അതേപടി വിഴുങ്ങേണ്ട ആവശ്യം എനിക്കില്ല. മുമ്പ് ഞാൻ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം എന്താണോ, പാർട്ടി നിലപാടെന്താണോ, ആ നിലപാട് തന്നെയാണ് ഞാൻ ജനങ്ങളുടെ മുമ്പോട്ട് പറയേണ്ടത്. ഞാൻ ആ നിലപാടാണ് താഴോട്ട് പറയേണ്ടത്, ജനങ്ങളിലോട് പറയേണ്ടത്. പക്ഷേ ഇന്ന് ഞാൻ പാർട്ടിയുടെ ഭാഗമല്ല. അന്ന് തന്നെ പാർട്ടി എടുക്കുന്ന നിലപാടിന് വിയോജിപ്പുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ വിയോജിപ്പ് എനിക്ക് അന്ന് ജനങ്ങളോട് പറയാൻ പറ്റില്ല. ഉദാഹരണം, മുമ്പേ ഉള്ള പ്രശ്നങ്ങളിൽ തന്നെ ചില വിയോജിപ്പുള്ള പ്രശ്നങ്ങൾ ഞാൻ പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഴയ കാര്യമാണ്, ജ്യോതി വാസുവിനെ പ്രധാനമന്ത്രിയാക്കുന്ന വിഷയം വരുന്നത്. ഇങ്ങോട്ട് പല കാര്യങ്ങളിലും പാർട്ടിയുടെ നിലപാടിന് വിയോജിപ്പുണ്ട്. പക്ഷെ അന്ന് ഞാൻ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആ വിയോജിപ്പ് പാർട്ടിയിൽ പറയാനേ പറ്റുള്ളൂ, പരസ്യമായി പറയാൻ പറ്റില്ല. അത് പാർട്ടിയിൽ നിൽക്കും ഇല്ല. ഒരിക്കലും ഞാൻ പാർട്ടിയുടെ നിലപാടിൻ്റെ പരസ്യമായിട്ടൊരു നിലപാട്, അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ എനിക്കെതിരായി പാർട്ടി ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ പറയുന്നു എന്ന് പറയുന്നത്, ഇപ്പോൾ അതേ പാർട്ടി എടുക്കുന്ന എല്ലാ നിലപാടിനോടും ഞാൻ അംഗീകരിക്കണമെന്നില്ല. എനിക്ക് ബോധ്യമുള്ള തോന്നേ ഞാൻ അംഗീകരിക്കേണ്ടുള്ളൂ. എനിക്ക് ബോധ്യമില്ലാത്ത നിലപാടാണെങ്കിൽ എനിക്ക് പരസ്യമായിട്ട് എതിർക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല, എവിടെയുമില്ല. അങ്ങനെ ബോധ്യമില്ലാതെ കുറേ നിലപാടുകൾ ഇപ്പോൾ പാർട്ടി എടുക്കുന്നുണ്ട്. അതേ പാർട്ടിയിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയും. പക്ഷേ ഞാൻ പാർട്ടിയിലില്ല, അപ്പോൾ ഞാൻ എന്ത് പറയും? ജനങ്ങളോട് ഇപ്പോൾ പരസ്യമായി പറയും എൻ്റെ അഭിപ്രായം പരസ്യമായി. അതിൽ തന്നെ പല കാര്യങ്ങളിലും ഇപ്പോൾ പറഞ്ഞു. കഴിഞ്ഞ PMCയോട് എന്താ, PMCയോട് ഞാൻ പറഞ്ഞു, PMCയോട് അന്നെടുത്ത നിലപാട് തന്നെയാണ് ഇന്നും PMCയോടുള്ള നിലപാട്. അത് UDF-നോടൊപ്പം നിൽക്കുന്ന ഒരു MLA എന്നുള്ളതുകൊണ്ട് അവരെടുക്കുന്ന ഏത് നിലപാടും ഞാൻ ഇത് വിഴുങ്ങണമെന്നില്ല, മനസ്സിലായി. ഞാനൊരു സ്വതന്ത്ര MLA ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ചില കാര്യങ്ങൾ സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടാവും. അതുകൊണ്ട് PMCയുടെ കാര്യത്തിലും അതുണ്ട്. അതുപോലെ തന്നെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലെല്ലാം തന്നെ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ, എല്ലാത്തിൻ്റെ കാര്യത്തിലായാലും അന്ന് എടുത്ത നിലപാടിൽ ശരിയായ നിലപാടിനെ ഞാനിപ്പോഴും നിൽക്കും. എന്നാൽ അന്ന് തന്നെ എടുത്ത ചില നിലപാടിനോടൊക്കെ വിയോജിപ്പുണ്ടായിരുന്നു. ആ വിയോജിപ്പ് അന്ന് പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പാർട്ടി ഇല്ലാത്തതുകൊണ്ട് അത്തരം വിയോജിപ്പുകൾ ഇന്ന് പരസ്യമായി പറയും. സ്വതന്ത്രമായ നിലപാടിപ്പോൾ എടുക്കും. അല്ലാണ്ട് അത്തരം വിയോജിപ്പിൻ്റെ കാര്യത്തിൽ അത്രയും പറയാനുള്ളൂ. ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ചയിലേക്ക് വന്ന ഒരുപക്ഷെ CPM-ൻ്റെ ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പേരാണ്. പൊതുവെ ആളുകൾ ചോദിക്കുന്നത് എങ്ങനെ CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വിഷയത്തിലേക്ക് വന്നു എന്നുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന ആ കാലത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ചർച്ചയാവുന്നത്. പക്ഷേ ഇപ്പോഴും CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നതിനെക്കുറിച്ചൊരു വിമർശനമുണ്ട്. എന്താണ് മാഷ അതിൽ തോന്നുന്നത്? അതിൽ എനിക്ക് തോന്നുന്നതല്ലേ, അത്തരം അനാവശ്യ കാര്യങ്ങളൊന്നും CPM ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ഇടപെടേണ്ട കാര്യമില്ല. ഇത് അതിൻ്റെ ഒരു പർവിയിൽ വരുന്നൊരു കാര്യമല്ല. ഇയാളെ പാട്ട് ഇരുന്നു എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഇരുന്ന കാര്യം എന്നിട്ട് പറയേണ്ട കാര്യമില്ല, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ
അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അത് ജില്ലാ സെക്രട്ടറിയുടെ ഒരു പരിവിൽ വരുന്നൊരു കാര്യമല്ല അത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, എന്നോട് വിഴിഞ്ഞത്തെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുക്കാൻ ചാനലുകാർ പലരും നിങ്ങളും ചോദിച്ചില്ല, പല ചാനലുകാരും പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഞാനതില്ല. കാരണം അത് എൻ്റെ ഒരു വിഷയം. ഞാനൊരു തളിപ്പമില്ലൊരു MLA മാത്രമാണ്. അത് വലിയ ഒരു വലിയ കാര്യം. അതിൽ ഇപ്പോൾ എൻ്റെ അതിനവിടെ ആ കാര്യത്തിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പറയാം. അതിന് അഭിപ്രായം പറയാൻ എനിക്കും പറയാൻ പറ്റും അഭിപ്രായങ്ങളൊക്കെ. പക്ഷേ അത്തരം കാര്യം അത് എൻ്റെ ഒരു ഇതിൽ പ്രകാരം ഞാനൊരു ഒരു MLA ഒരു നിയോജകമണ്ഡലത്തിലെ MLA എന്നുള്ള ഒരാൾ വിഴിഞ്ഞം പോലുള്ള ഒരു അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള വിഷയത്തിൽ പോയി പറയേണ്ട കാര്യം എന്നെ സംബന്ധിച്ചില്ല. അത് പറയേണ്ട ആൾ പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞോട്ടെ. അത് LDF ആയാലും UDF ആയാലും പാർട്ടി നേതാക്കന്മാരായിട്ടുള്ളവരും പറഞ്ഞോട്ടെ. ഇപ്പം ഞാൻ ആ കാര്യത്തിൽ ഇടപെടുന്നില്ല. ഞാൻ അതുപോലെ തന്നെ ഇയാൾ ഈ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഇത്തരം കാര്യത്തിൽ എന്താ ഇയാൾ മാത്രമേ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ളൂ? എത്രയാൾ ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട്? എത്രയാൾ മന്ത്രിസഭയിലും മന്ത്രിമാരുടെ PS എല്ലാം ഇരുന്ന ആളുണ്ട്? അവരെല്ലാം ഇന്ന് അതേക്കുറിച്ച് പറയില്ല. അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് അവമതിപ്പ് നേടേണ്ട ആവശ്യമില്ല. അതാണ് ഉണ്ടായത് ആ കാര്യത്തിൽ. ഈ വിഷയങ്ങൾ ചർച്ചയായി നിൽക്കുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി ഒരു പ്രസ്താവന ഫേസ്ബുക്കിലൂടെ നടത്തുന്നത്. CPMൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിര നിർമ്മാണത്തിന് വന്നത് അദാനിയുടെ ഫണ്ടാണെന്ന് കരക്കമ്പിയുണ്ട്, അത് CPM നേതാക്കളിൽ തന്നെ ചിലർ അടക്കം പറയുന്നുണ്ട് തുടങ്ങിയ പരാമർശങ്ങൾ നടത്തുന്നത്. അത് ഒരു അനാവശ്യം പ്രസ്താവനയായിട്ട് തോന്നുന്നുണ്ടോ? അത് ആര് പറഞ്ഞാലും ശുദ്ധ അസംബന്ധമാണത്. അസംബന്ധമായിട്ടൊരു പ്രസ്താവന. രാഷ്ട്രീയ നേതാക്കൾ ആരായിരുന്നാലും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അഭിപ്രായം പറയുമ്പോൾ സത്യസന്ധമായിരിക്കണം. അതല്ലാതെ ഏതെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലോ ഒന്നും തന്നെ വിളിച്ചു പറയുന്നത് ഏത് രാഷ്ട്രീയ നേതാവായാലും, അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഏതൊരാൾക്കും ബാധകമായിട്ടുള്ളതാണ്. ഏതെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ എന്തെങ്കിലും തെളിവുണ്ടാവണം, അല്ലെങ്കിൽ ബോധ്യം ഉണ്ടാവണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പം അതിൽ ഈ അഭിപ്രായം എന്തെങ്കിലും ബോധ്യം ഉണ്ടാവണം അവരടുത്ത്. അനാവശ്യം മന്ദിരത്തിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ അക്കാര്യങ്ങൾ നേരിട്ട് അറിയുന്ന ആളാണ് TK കുന്തമാഷ്. തീർച്ചയായിട്ടും ആ കെട്ടിടം പാർട്ടി ഓഫീസിൻ്റെ കെട്ടിടം എടുക്കുന്നതിൽ ഇപ്പോൾ റിജിൽ മാക്കുറ്റി പറഞ്ഞ മാതിരിയോ മറ്റാരെങ്കിലും പറഞ്ഞല്ല, അതിലൊന്നും ഒരു അർത്ഥമില്ല. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ശുദ്ധമായ അസംബന്ധമാണെന്ന്. അത് കൃത്യമായിട്ട് കണക്കുള്ള ഒരു പണി ആ പാർട്ടി ഓഫീസ് എടുക്കുന്നതിൽ കൃത്യമായി ഫണ്ട് ഇവിടെ നിന്നാണെന്നുള്ളൊരു കൃത്യമായിട്ട് തെളിവുണ്ട്. വേറെ ഒരു തരത്തിലുള്ള കൃത്രിമ മാൽപാർട്ടീസോ അതിലേക്കത്തില്ല. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനാണല്ലോ ഞാനും ജംബീരാജനും ആണ് പിന്നീട് രാകേഷ് സെക്രട്ടറിയായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്തത്. അപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും സുതാര്യമായിട്ടുള്ള അല്ലാണ്ട് ഒരു തരത്തിലുള്ള ഈ പറയുന്ന മാതിരിയുള്ള എന്തെങ്കിലും ഫണ്ട് അതിനകത്തില്ല. അതിന് മുമ്പേ പാർട്ടി ശേഖരിച്ച് വെച്ച ഫണ്ടും പാർട്ടിയുടെ ഫണ്ടും എല്ലാം കൂടി ചേർന്നുകൊണ്ട്, അതായത് പാർട്ടി സംസ്ഥാന സമ്മേളനം അഖിലേന്ത്യാ സമ്മേളനം നടത്തുക, അതിലും ഞാനാണ് പ്രധാനപ്പെട്ട ഒരു പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലും നമുക്ക് പാർട്ടി ഓഫീസ് പുതുക്കിയെടുക്കണം എന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. അത് വന്നപ്പോൾ അന്നേരം കുറച്ച് പൈസയൊക്കെ മിച്ചമുണ്ടായപ്പോൾ ആ മിച്ച ഫണ്ടും പാർട്ടി DC ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ കെട്ടിടം പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് അറിയാം. അതിനെക്കുറിച്ച് അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ നേതാക്കളുടെ അഭിപ്രായം പറയുമ്പോൾ അത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ചായാലും കോൺഗ്രസ്സുകാരനെ കുറിച്ചായാലും നേതാവിനെ കുറിച്ചായാലും പറയുമ്പോൾ പറയുന്നതിൽ അടിസ്ഥാനം വേണം. അല്ലാണ്ട് എന്തും വിളിച്ചു പറയുന്നത് ഒരു നേതാവിനും ഭൂഷണമല്ല. മാഷിപ്പോൾ CPMൻ്റെ എതിർ രാഷ്ട്രീയ ചേരിയിലാണ്. സ്വാഭാവികമായൊരു രാഷ്ട്രീയം എന്ന നിലയിൽ ഇതുപോലുള്ള പ്രസ്താവനകളൊക്കെ വന്നേക്കാം. മാഷിപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന CPMൻ്റെ നേതാക്കൾക്കെതിരെയൊക്കെ ഈ എതിർപ്പാളയത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വന്നാൽ അത് വൈകാരികമായിട്ട് മാഷിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബാധിക്കുന്ന സാഹചര്യമായിട്ട് വരുന്നുണ്ടോ? അല്ല, അത് അങ്ങനെ എനിക്കങ്ങനെ വൈകാരികത ആവശ്യമില്ല. ഒന്ന്, പാർട്ടി നേതൃത്വത്തിനാകെ പെശക് പറ്റി എന്നുള്ളത് വ്യക്തമാണല്ലോ. ആ പെശക് പറ്റി ഈ നേതാക്കന്മാർക്കൊക്കെ ആണല്ലോ. ആ നേതാക്കന്മാരുടെ പേര് പെശകിനെക്കുറിച്ച് വിമർശിക്കുന്നത് ഞാനെന്തിനാ വേവലാതിപ്പെടേണ്ട കാര്യം? അത് വിമർശിക്കേണ്ട, ഇയാളെ വിമർശിച്ചോട്ടെ. അതാണ് പാർട്ടിയിൽ നടക്കുന്ന വിമർശനങ്ങൾ. മറ്റു പാർട്ടികളായാലും ശരി, പരസ്പരം നടത്തുന്ന വിമർശനങ്ങൾ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിമർശനങ്ങളായിരിക്കണം. എന്തെങ്കിലും രീതിയിൽ അരവുണ്ടാകുന്നത് നമ്മുടെ ക്രെഡിബിലിറ്റിയാണ്. ഏതൊരു പാർട്ടി ആയാലും. ഞാനിപ്പോൾ പാർട്ടി വിട്ടുപോയ ആളാണ്, അല്ലെ, ഞാൻ പാർട്ടിക്കെതിരായി മത്സരിച്ച് UDFൻ്റെ ഭാഗത്തുള്ളൊരു MLA ആണ് എന്നുള്ളതുകൊണ്ട് എന്തും വിളിച്ചു പറയുക എന്നുള്ള നില വന്നു കഴിഞ്ഞാൽ അതിനൊരു വിശ്വാസ്യത ഉണ്ടാവില്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വിശ്വാസ്യത ഉണ്ടാവില്ല. മറ്റൊന്ന്, ഈ CPMൻ്റെ മുതിർന്ന നേതാക്കൾ EP ജയരാജൻ, KK ശൈലജ, PK ശ്രീമതി, ഇവരൊക്കെയും ഈ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും സജീവമായെന്ന് എവിടെയും കാണുന്നില്ല. പലപ്പോഴും അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ പോലും അത് CPMൻ്റെ നിലപാടുകൾക്ക് എതിരാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതേസമയം തന്നെ ഈ P ജയരാജനെയൊക്കെ പോലുള്ള നേതാക്കൾ ഈ പൊതുവേദികളിലധികം പാർട്ടി മുഖങ്ങളായി കാണാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഒരു സംഘടനാ തലത്തിലും നേതൃതലത്തിലുമൊക്കെ CPMൽ അങ്ങനെ ഒരു ശോഷണം സംഭവിച്ചതായിട്ട് മാഷിന് തോന്നുന്നുണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെന്ന നിലയിൽ? അതിലിപ്പോൾ അതായത് പാർട്ടിക്കകത്ത് ശക്തമായിട്ടുള്ള ആശയക്കുഴപ്പമുണ്ട്.
ആശയക്കുഴപ്പം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഈ ആശയക്കുഴപ്പം നേതൃത്വത്തിനെയും ബാധിച്ചിട്ടുണ്ട്. ഇതിൽ വ്യക്തിഗത വരുത്താണ് പാർട്ടി നേതൃത്വം ചെയ്യേണ്ടത്. ഈ ആശയക്കുഴപ്പം പാർട്ടി നേതൃത്വത്തിനെയും ബാധിച്ചിട്ടുണ്ട്. നേതൃത്വത്തിനെയും ബാധിച്ചുള്ള തെളിവാണ് പല നേതാക്കന്മാർക്കും തെറ്റായി വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസ്താവന ഇറക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രസ്താവന ഇറക്കുമ്പോൾ അത് അവരെ ചെറിയ പ്രസ്താവന അത് ചെറിയ വ്യതിയാനം മാത്രമാണെന്ന് കാണണ്ട. അതിൻ്റെ അങ്ങനെ ഒരു ചെറിയ വ്യതിയാനത്തിലേക്ക് അത്ര പ്രസ്താവനകൾ നീങ്ങുമ്പം അതിൻ്റെ പിന്നിൽ വലിയ ചിന്തയുണ്ടാവും. അതിൻ്റെ ഒരു ചെറിയ അംശം പുറത്തു വരുന്നത് മനസ്സിലായില്ലേ? ഒരാളൊരു ചെറിയ പ്രസ്താവന ചെറിയൊരു അംശം പുറത്തു വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ പുറത്തു വരാൻ ഇടയാതിൻ്റെ പിന്നിൽ വലിയ ചിന്തകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അത് പാർട്ടി നേതൃത്വത്തിന് ആകെ പിടികൂടിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ പാർട്ടി നേതൃത്വം ഇന്നും ആശയക്കുഴപ്പത്തിലാണ്. അണികളാകെ വലിയ നിരാശയിലുമാണ്. ഇതാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് CPM-ൻ്റെ അവസ്ഥ. എന്തായാലും മാഷ് ഇതുവരെയുള്ള വി ഡി സതീശൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മാഷ് പൂർണ്ണ തൃപ്തനാണോ? ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മാഷ് തൃപ്തനാണോ പ്രവർത്തനത്തിൽ? അല്ല, അതിൽ പിന്നെ UDF-ൻ്റെ പ്രവർത്തനങ്ങളാകെ തൃപ്തനാണ്. ഞാൻ തൃപ്തനാണെന്നല്ല, കോൺഗ്രസിൽ തന്നെ പലർക്കും അതൃപ്തിയുണ്ട്. UDF-നകത്തുമുണ്ട്. ചില പ്രവർത്തനങ്ങളിൽ UDF തിരുത്തേണ്ടതായിട്ടുണ്ട്. ചില പ്രവർത്തനങ്ങൾ UDF-ൻ്റെ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തിരുത്തേണ്ടത് UDF-ആണ്. മനസ്സിലായില്ലേ? അത്തരം കാര്യങ്ങൾ UDF തിരുത്താൻ UDF നേതൃത്വമാണ് തയ്യാറാവേണ്ടത്. അത് പിന്നെ ചില കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള നിയമനങ്ങളിൽ വന്നിട്ടുള്ള കാര്യം, ചില കാര്യങ്ങളിലൊക്കെ വന്നത് ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പ് ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ട്. അത് തിരുത്തി പോകാനുള്ള സംവിധാനം UDF-ൽ ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോൾ UDF-ൻ്റെ ഒരു പിന്നെ ഏതെങ്കിലും കമ്മിറ്റിയിലുള്ള ആളൊന്നല്ല, എന്നെങ്കിലേ എനിക്ക് അവിടെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ UDF നേതാക്കന്മാരോട് പറയുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എൻ്റേതായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൽ പലതും UDF എടുക്കുന്ന ചില നിലപാടുകളോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ആ വിയോജിപ്പ് കോൺഗ്രസ്സുകാർ വല്ല പരസ്യമായി ഞാൻ പറയുന്നില്ല, നേതാക്കന്മാരോട് സംസാരിക്കുന്നുണ്ട് ഞാൻ. കാരണം UDF-ൻ്റെ ഭാഗമായി നിൽക്കുന്നിടത്തോളം കാലം സ്വാഭാവികമായിട്ടും ആ UDF-ൻ്റെ MLA ആണ് ഞാൻ. ആ UDF ഗവൺമെൻറ്റിനെ പിന്താങ്ങാനുള്ള ബാധ്യതയുണ്ട്. ആ UDF ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളിൽ പ്രചരിപ്പിക്കാനുള്ള ബാധ്യതയുണ്ട്. അതൊക്കെ ഒരു MLA എന്നുള്ള എനിക്കുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില രീതികൾ കാണുമ്പോൾ അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ആ വിമർശനം ഞാനത് പരസ്യമായിട്ട് ഞാൻ പാർട്ടിയിൽ ശീലിച്ചത് അത്തരം കാര്യങ്ങൾ പാർട്ടിയിൽ പറയാമെന്നുള്ളതാണല്ലോ. ഇപ്പം പാർട്ടിയിൽ പോയതിൻ്റെ പേരിൽ ഞാനിത് പറയുന്നുള്ളൂ. അത്ര വരെ ഞാൻ പാർട്ടി പറയില്ല ഇതിന്. എങ്കിലും പൊതുവേദിയിൽ പറഞ്ഞ വിവാദങ്ങളിലേക്ക് ആക്കാൻ എന്തായാലും പോകില്ല. ഇല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ UDF-ൻ്റെ നേതാക്കളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത്തരം ചില കാര്യങ്ങളിൽ അതുള്ള അതൃപ്തി നേതാക്കന്മാരുമായിട്ട് സംസാരിക്കലുണ്ട്. അല്ലാതെ അത് ഞാൻ പൊതുവേദിയിൽ പറഞ്ഞ് UDF-ന് ഒരു അവമതിപ്പുണ്ടാക്കിയെടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ എടുത്ത നിലപാടിന് പിന്തുണ നൽകി ഇന്ന് ഞാനൊരു MLA ആയി ഇന്ന് നിയമസഭയിലിരിക്കുന്നത് UDF-ൻ്റെ പിന്തുണ കൊണ്ട് തന്നെയാണ്. പാർട്ടി സഹാക്കളുടെ പിന്തുണയുണ്ട്. അപ്പോൾ CPM-ൻ്റെ സഹാക്കളും UDF-ഉം ചേർന്നിട്ടാണ് എന്നെ ജയിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് CPM-നോട് ബാധ്യതയുണ്ട്. CPM-നോട് പറഞ്ഞാൽ ഔദ്യോഗിക പാർട്ടിയില്ല, എന്നെ ജയിപ്പിച്ച CPM-കാരോട് എനിക്ക് ബാധ്യതയുണ്ട്. അവരുടെ കാര്യങ്ങളിൽ ഒരു ഗവൺമെൻറ് എന്ന നിലക്ക്, ഒരു MLA എന്നുള്ള നിലക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരം സഹാക്കൾ എന്നെ സമീപിച്ചാൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഏത് സഹാക്കളെ സമീപിച്ചാലും ഞാൻ ചെയ്യും. CPM-ൻ്റെ ആരും ഞാൻ അവരോടൊക്കെ പറഞ്ഞതാണ്. ഞാൻ ഇന്നൊരു MLA ആണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പാർട്ടി എന്നുള്ള നിലക്ക്, പാർട്ടി നിലക്കോ ഏത് നിലക്കോ എന്നെ ഗവൺമെൻറ്റുമായി ബന്ധം ഏതെങ്കിലും കാര്യത്തിൽ വികസനപരമാവട്ടെ വ്യക്തിപരമായി ഏത് കാര്യമാവട്ടെ കാര്യങ്ങൾ എന്നെ സമീപിച്ചാൽ അത് ഞാൻ ചെയ്യും. അതിനെനിക്ക് പാർട്ടി വിലക്കില്ല. മുമ്പ് പാർട്ടി വിലക്കുണ്ടാവും, ഇന്ന് എനിക്ക് പാർട്ടി വിലക്കില്ല. കോൺഗ്രസ്സുകാരൻ പറഞ്ഞാലും ഞാൻ ചെയ്യും, കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞാലും ഞാൻ ചെയ്യും. ആര് പറഞ്ഞാലും ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അത് ഞാൻ ഇനിയും ചെയ്യും. പക്ഷേ അവസാനമായിട്ട് ഈ CPM-ൽ നിന്ന് മാറി നിൽക്കുന്ന, ഇപ്പോൾ ഇങ്ങനെയുള്ള നിലപാടുകൾ എടുത്തു നിൽക്കുന്ന ആളുകളുടെ ഒരു ഐക്യപ്പെടലിനുള്ള സാധ്യത ഉണ്ടോ എന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഉള്ള ഒരു ചോദ്യം. അതിനുള്ള എന്തെങ്കിലും നീക്കങ്ങളുണ്ടോ? എങ്ങനെയാണ് അതിൽ ഇപ്പോൾ ഞാൻ അത്ര നീക്കത്തിലൊന്നും ഞാനില്ല. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ച സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൽ ഇപ്പോൾ UDF ഭരണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ആ UDF-ൻ്റെ ഭരണം ഈ പറയുന്ന മാതിരിയുള്ള എന്തെങ്കിലും പോരായ്മ തിരുത്തിക്കൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ ചില കാര്യങ്ങളുണ്ട്, അതും കൂടെ തിരുത്തി ഒരു നല്ല ഭരണം ഉണ്ടാക്കിയെടുക്കും എന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങൾക്ക് കുറേയും കൂടെ വേഗത കാണിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ പോകുന്നവരാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് ഒരു പിന്നെ ചേർന്ന് നിൽക്കുക, അതിനാവശ്യമായ പിന്നെ ഒരു MLA എന്നുള്ള നിലക്ക് നൽകുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഒറ്റ വിഷയത്തിൻ്റെ ഈ ഐക്യപ്പെടൽ ഉണ്ടാവുമെന്നുള്ളത് CPM നിന്ന് അകന്നു പോയ ആളുകൾ അതിലേക്കാണ് വരുന്നത്. അതായത് അങ്ങനെ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു, ചില ആളുകൾ എന്നോട് സമീപിച്ചിരുന്നു, ചില പാർട്ടിയിലേക്ക് പോകാൻ എന്നെ ക്ഷണിച്ചിരുന്നു. അതുപോലെ തന്നെ പിന്നെ ചില കൂട്ടായ്മകൾ ഉണ്ടാക്കണം എന്നുള്ള നിലക്കെല്ലാം പിന്നെ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ അതിന് തയ്യാറില്ല. ഞാൻ പറഞ്ഞു അതിനൊന്നും ഞാനില്ല. ഞാനിപ്പോൾ ഒരു സ്വതന്ത്രനായ ഒരു MLA ആണ്. UDF എനിക്ക് പിന്തുണച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും UDFൻ്റെ പിന്തുണയിലൊരു MLA എന്നുള്ളതൊക്കെ UDFൻ്റെ ഭാഗമായിട്ട് ഞാൻ നിൽക്കും. അതേ അവസരം എനിക്ക് സ്വതന്ത്രമായ നിലപാടെടുക്കാൻ കഴിയും. അതിനപ്പുറത്ത് ഞാനൊരു പാർട്ടിയിലേക്കൊന്നും ഇനിയില്ല. ഞാൻ 10 വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണല്ലോ. ഇനി പോയിട്ടൊരു പാർട്ടിയിൽ പോയി പാർട്ടി പ്രവർത്തനം നടത്തി പാർട്ടി ഉണ്ടാക്കാനൊന്നും ഞാനില്ല. ഞാൻ ഈ ഒരു നിലപാടായിട്ട് മുമ്പോട്ട് പോകും എന്ന നിലപാടാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഐക്യപ്പെടലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് നടത്തിയെങ്കിലും ഞാൻ അതിനോട് യോജിച്ചിട്ടില്ല. ഞാൻ ഈ നിലപാടായിട്ട് പോകും. മാത്രമല്ല, പാർട്ടിയിൽ എനിക്ക് വോട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ടല്ലോ. ആ ആളുകളൊക്കെ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് കൊണ്ടുപോകാൻ ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എടുത്ത പോലെ നിലപാടെടുത്തു. ആ നിലപാട് ഞാൻ സ്വീകരിച്ച നിലപാടിനോടൊപ്പം അവർ നിന്നു. അവർ ഒരു MLA എന്നുള്ള നിലക്ക് എന്നെ സമീപിച്ചാൽ അതിന് സഹായം കൊണ്ട് ചെയ്യും. ഇതാണ് എൻ്റെ ഒരു നിലപാട്. അല്ലാതെ ഞാൻ ഇനിയുള്ള ഒരു പാർട്ടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പാർട്ടിയോടൊപ്പം പോയി അതിനൊന്നും ഞാനിനി ഇല്ല എന്നാണ് ഞാനതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഞാൻ മറ്റ് രീതിയിൽ ഇനി ഒരു പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ പിന്നാലെ പോകാൻ ഞാൻ തയ്യാറില്ല എന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാവരും വിളിച്ച് ചില വേദികളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാടിനൊരു വേദിയുണ്ട്, ഞാൻ തൃശ്ശൂർ അവരൊരു വേദിയുണ്ട്, അവർ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ആ വേദിയിലൊക്കെ ഞാൻ പങ്കെടുക്കും. ഇടതുപക്ഷങ്ങൾ ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നവർ പല രീതിയിൽ ഇപ്പം സംഘടിച്ചുകൊണ്ട് ചില ഇതേപോലെ തന്നെ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇടതുപക്ഷം എന്നുള്ള നിലക്കുള്ള പ്ലാറ്റ്ഫോം, സെമിനാർ കാര്യങ്ങൾ, പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സമ്മേളനം ഇതൊക്കെ വന്നാൽ അതിൽ ഞാനൊന്ന് പങ്കെടുക്കും. അത് ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ടല്ല, ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ആയി മാറാൻ ഇല്ല. ആ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ പങ്കെടുക്കും. പക്ഷെ ഒറ്റൊരു കാര്യം കൂടി, ഈ DYFയുടെ പൊതുച്ചോറിനെതിരെ കഴിഞ്ഞ ദിവസം K മുരളീധരൻ്റെ ഒരു പ്രസ്താവന നടത്തുന്നത് വലിയ ചർച്ചയായി. അപ്പോൾ ഈ മന്ത്രിമാർക്ക് ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നൊരു അഭിപ്രായം മാഷക്കുണ്ടോ? കാരണം അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങൾ അംഗീകരിച്ച ഒരു പദ്ധതി കൂടിയാണല്ലോ അത്. അതിപ്പോൾ മുരളീധരൻ തന്നെ തിരുത്തിയിട്ടുണ്ടല്ലോ, അതിൽ തന്നെ വെക്കുന്നതാണല്ലോ. മുരളീധരൻ തന്നെ തിരുത്തിയിട്ടുണ്ടല്ലോ. പിന്നെ അതെ, വിശദീകരണം അഭിപ്രായത്തോടില്ല, ഞാൻ ഇന്ന പോലെയാണെന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ പൊതുച്ചോറിനോട് ഇപ്പോൾ വിരോധമില്ല എന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ അതൊന്നൊരു വിവാദത്തിലാക്കാൻ പാടില്ല. കാരണം അതൊരു വലിയ എന്താ പറയേണ്ടത്, ഒരു മനുഷ്യകാരൻ്റെ പ്രവർത്തനമാണ്. ഈ മനുഷ്യകാരൻ്റെ പ്രവർത്തനം എല്ലാവരും നടത്തുന്നുണ്ട്, DYFI മാത്രമല്ല. ഇപ്പോൾ IRPC എന്ന് പറഞ്ഞ പാർട്ടിൻ്റെ സംവിധാനം ഉണ്ടല്ലോ, പിന്നെ കോൺഗ്രസിൻ്റെ സംവിധാനം ഉണ്ടല്ലോ, ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ അതില്ല, മറ്റ് ചാരിറ്റി മതസംഘടനകൾ, ചാരിറ്റി സൊസൈറ്റി, ഇവരൊക്കെ നടത്തുന്ന എത്രമാത്രം സ്നേഹമുണ്ട്. ഇതിനൊക്കെ നമ്മൾ എതിർക്കാൻ പാടില്ലല്ലോ. പിന്നെ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പരിപാടി ഉണ്ടാവും, ലീഗ് നടത്തുന്ന പരിപാടി ഉണ്ടാവും, പിന്നെ യൂത്ത് ലീഗ് നടത്തുന്നവരുണ്ട്, DYFI നടത്തുന്ന പരിപാടി ഉണ്ടാവും. ഈ പരിപാടികളിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള പിന്നെ താല്പര്യം അവർക്ക് ഉണ്ടാവുമെന്നുള്ള ഉറപ്പല്ലേ. അത് DYFIക്ക് മാത്രമല്ലല്ലോ, അത് യൂത്ത് കോൺഗ്രസ് നടത്തിയാലും അത് മുസ്ലിം ലീഗ് അതിലൊക്കെ ഒരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവില്ലേ, ഇവർക്കും അത് കാണും. പക്ഷേ ഇവർ ചെയ്യുന്നത്, അവരെ കൊടിയെ പിടിച്ചിട്ടാണെങ്കിലും ചെയ്യുന്നത് നല്ല കാര്യമല്ലേ. ഭക്ഷണമല്ലേ കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വാങ്ങാൻ ആളുണ്ടല്ലോ. വാങ്ങാൻ ആളുള്ള കാലത്ത് ഭക്ഷണം കൊടുക്കും. കാരണം അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം ഇതുവരെ എപ്പോഴാണ് നിർത്തലാക്കേണ്ടി വരിക, ഇതിന് ആവശ്യക്കാരില്ലാത്ത ഘട്ടത്തിലല്ലേ. എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇപ്പോഴും ഭക്ഷണപ്പൊതി കൊടുക്കുമ്പോൾ ക്യൂ നിന്ന് വാങ്ങേണ്ടി വരുന്നു, വാങ്ങാൻ ആളുണ്ടെന്ന് കാണണം. അത് പാവപ്പെട്ടവരാണ്. അപ്പോൾ അത് അവർക്ക് കൊടുക്കുന്നതിന് ഒരു കാരണവശാലും എതിർക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അതെൻ്റെ നിലപാട് മാത്രമല്ല, UDFനകത്ത് തന്നെ പലരും അഭിപ്രായങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് എതിർക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണുള്ളത്. അതുകൊണ്ട് ആ അഭിപ്രായത്തോട് ആ പദ്ധതിനെ എതിർക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.